ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. സ്കിൻ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് മോർണിംഗ് ആയാലും നൈറ്റ് ആയാലും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള റുട്ടീൻ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റുട്ടീനാണ് കാണിക്കുന്നത്. പിന്നെ മെയിൻലി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മമ്മാർത്തിൻ്റെ പ്രൊഡക്ട്സാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ക്ലെൻസിങ് ആണ്. എൻ്റെ ഉള്ളത് മമ്മാർത്തിൻ്റെ ഈ ഒരു ചാർക്കോൾ ഫേസ് വാഷാണ്. ഈ ഒരു ഫേസ് വാഷിൽ കോഫി അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോളാണ് ഉള്ളത്. പിന്നെ എൻ്റെ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഓയിൽ കൺട്രോളിൽ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, SLS ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ ഓയിലി സ്കിന്നിനാണ് മെയിൻലി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം. തീരാറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഒരു ജെല്ല് പോലെയാണ് ഇത്. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഫേസ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പതപ്പിച്ചെടുക്കാൻ ഒരു ഫേസ് വാഷ് ഇതാക്കിയിട്ട് ഫേസിൽ ചെയ്യും. അപ്പം ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം. ഇന്നിപ്പോൾ നല്ല രീതിക്ക് തുടക്കുന്നില്ല, കാരണം ഇന്ന് എനിക്കൊരു സ്ക്രബ് ഇടാനുണ്ട്. സ്ക്രബ് നമ്മളെപ്പോഴും എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പാടില്ല. വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെ യൂസ് ചെയ്യും. അപ്പം ഞാനിവിടെ മമ്മാർത്തിന് തന്നെ ഒരു ഹണിമാലയ സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നറിഷിംഗ് ഗ്ലോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നല്ല രീതിക്ക് ഗ്ലോ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിലുള്ള ഒരു നനവ് കംപ്ലീറ്റ് അങ്ങോട്ട് കളയുന്നില്ല. ഇനി ഈ ഒരു സ്ക്രബ് എടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഇതിൽ കുറേ ഗ്രെയിൻസ് ഉണ്ട്. ഈ ഒരു ഗ്രെയിൻസാണ് സ്ക്രബ് ചെയ്യാനായിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ക്രബ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മൂക്കിൻ്റെ രണ്ട് സൈഡിൽ അതുപോലെ താടിയിൽ ഇത്രയും പോർഷനിലാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് പോകാനായിട്ടാണ് ശരിക്കും ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ സംഭവം ശരിക്കും യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വരുന്നതാണ് ഞാൻ കവിളിലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കണ്ണിൻ്റെ ഈ ഒരു പോർഷനിൽ ഇടില്ല, കാരണം അവിടെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഇടില്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിനധികം ഡിസ്റ്റർബ് ചെയ്യാത്തതാണ് ഇപ്പോഴും നല്ലത്. ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പോർഷനിൽ ഞാൻ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോകാൻ, പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് സ്ക്രബ് ചെയ്യും. 2 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ സ്ക്രബൊക്കെ കഴുകി കളഞ്ഞു, തുടച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ ഒരു മോയ്സ്ചർ പോണേക്കാൾ മുന്നേ നമ്മൾ ടോണർ അപ്ലൈ ചെയ്യണം. അപ്പം ഇതിലുള്ളത് മരത്തിൻ്റെ ഒരു വൈറ്റമിൻ സി റേഞ്ചിൽ വരുന്ന ഒരു ടോണറാണ്. ഇതിൽ വൈറ്റമിൻ സിയും കുക്കുംബറാണുള്ളത്. കുക്കുംബറൊക്കെ നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സിനൊക്കെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ആൽക്കഹോൾ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇതും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ളൊരു ടോണറാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഒരു കോട്ടണിലെടുത്ത് എന്നിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ എടുത്ത് 2 കൈയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ഉണങ്ങി വരണം. അപ്പം നമ്മുടെ ടോണർ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വൈറ്റമിൻ സിയുടെ തന്നെ മമ്മാർത്തിൻ്റെ ഈ ഒരു ഫേസ് സിറമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഫേസ് സിറം പറയുകയാണെങ്കിൽ വൈറ്റമിൻ സിയും അതുപോലെ മഞ്ഞളാണുള്ളത്. സ്കിൻ ബ്രൈറ്റ്നെസ്സിനൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 2-3 ഡ്രോപ്പ് ഇടാം. നല്ല രീതിക്ക് ഒന്ന് ഉണങ്ങി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സിറം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, ഫേസ് വാഷ് ഇട്ടു,
സ്ക്രബ് ഇട്ടു, സിറം ഇട്ടു, ടോണർ ഇട്ടു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, സ്കിൻ കെയറിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസിങ്. അപ്പോൾ സ്കിന്ന് മോയ്സ്ചറൈസ് വെക്കാനായിട്ട് ഈ മമ്മാർത്തിന്റെ ഈ ഒരു അൾട്രാ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ അടിപൊളിയാണ്. ഇത് സത്യത്തിൽ തന്നെയാണ് ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓയിലി സ്കിന്നിന് അടിപൊളിയാണ്, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതില് കുങ്കുമപ്പൂവും മഞ്ഞളാണുള്ളത്. ഇത് നമുക്ക് കുറച്ച് കൊടുക്കാം. ഇത് ലൈറ്റ് ജെല്ലാണ്, നല്ല ജെല്ലായിട്ട് ഇരിക്കുന്ന സാധനമാണ്. ഇതിട്ട് കൊടുക്കാം. അടുത്തൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. അപ്പോൾ ഇത് മമ്മാർത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ്. ഈ ഒരു സൺസ്ക്രീനിൽ വൈറ്റമിൻ സിയും അതുപോലെ മഞ്ഞളാണുള്ളത്. അതുപോലെ ഇത് SPF 50 PA++++ ആണ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു 50 എബോവ് ഉള്ള SPF എടുക്കുക. അതുപോലെ 4+ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ SPF ഫാക്ടർ എപ്പോഴും കൂടിയത് തന്നെ നോക്കിയിട്ട് എടുക്കാം. കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിനൊരു ഫെവിക്കോളിന്റെ ഒക്കെ ഒരു മണമുള്ളത്. സൺസ്ക്രീനും ഇട്ട് കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ഇവിടെ ഫിനിഷ് ആവും. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ലിപ് ബാം. ഇത് മമ്മാർത്തിന്റെ ലിപ് ബാം ആണ്. എനിക്ക് പൊതുവെ കളർലെസ് ആയിട്ടുള്ള ലിപ് ബാമാണ് ഇഷ്ടം. അതാണ് ഞാൻ ഇത് തന്നെ എടുക്കുന്നത്. ഇത് നമ്മുടെ ലിപ് ബാം. ഇത് ഞാൻ സത്യത്തിൽ ഉപയോഗിച്ച് തീർക്കാറായി. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം മമ്മാർത്തിന്റെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അധികം കെമിക്കൽസ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യാത്തൊരു ബ്രാൻഡാണ്. അപ്പം എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. ഇതാണ് നമ്മുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.